മോഡുലോ കൗണ്ടർ ഓർ മോഡ് എൻ കൗണ്ടർ എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ഓൾറെഡി കൗണ്ടേഴ്സിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. കൗണ്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു സീക്വൻഷ്യൽ സർക്യൂട്ട് ആണ്. കൗണ്ടർ എന്ന് പറയുന്ന ഒരു സർക്യൂട്ട് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി കൗണ്ടേഴ്സ് തന്നെ നമ്മൾ പല ടൈപ്പ് ഉണ്ടെന്ന് പഠിച്ചു. അസിൻക്രണസ് കൗണ്ടേഴ്സും അതേപോലെ തന്നെ സിൻക്രണസ് കൗണ്ടേഴ്സും. ദെൻ അസിൻക്രണസ് കൗണ്ടർ ആണെങ്കിലും സിൻക്രണസ് കൗണ്ടർ ആണെങ്കിലും നമ്മൾ അതിനെ വീണ്ടും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പ് കൗണ്ടർ, ഡൗൺ കൗണ്ടർ, അപ്പ് ഓർ ഡൗൺ കൗണ്ടർ. ഇനി നമുക്ക് പഠിക്കാനുള്ള ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കൗണ്ടേഴ്സ് ആണ് മോഡുലോ കൗണ്ടർ ഓർ മോഡ് എൻ കൗണ്ടർ എന്ന് പറയുന്നത്. ഈ മോഡുലോ കൗണ്ടർ അല്ലെങ്കിൽ മോഡ് എൻ കൗണ്ടറിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നോർമലി നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു കൗണ്ടർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു 3-ബിറ്റ് കൗണ്ടർ കൺസിഡർ ചെയ്യാണ്. 3-ബിറ്റ് കൗണ്ടർ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ 3-ബിറ്റ് കൗണ്ടർ 000 തൊട്ട് 111 വരെ കൗണ്ട് ചെയ്യും. അല്ലെങ്കിൽ നമുക്കറിയാം ഒരു 3-ബിറ്റ് കൗണ്ടർ നമ്മൾ കൺസിഡർ ചെയ്യാണ്. കൗണ്ടറിന്റെ നമ്പർ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഈക്വൽ ടു 2n ആണ്. ഈ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ബിറ്റ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. രണ്ടും ഈക്വൽ ആണ്. അപ്പൊ 3-ബിറ്റ് എന്ന് പറയുമ്പോൾ n-ന്റെ വാല്യൂ 3 ആണ്. സോ നമ്പർ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് 2n which is equal to 2^3 equal to 8. അതായത് മൊത്തം 8 സ്റ്റേറ്റ് ആണുള്ളത്. ഇപ്പൊ 0 തൊട്ട് 7 വരെ ആയിരിക്കും കൗണ്ട് ചെയ്യുന്നത്. അപ്പ് കൗണ്ടർ ആണെങ്കിൽ 0 തൊട്ട് 7 വരെ, ഡൗൺ കൗണ്ടർ ആണെങ്കിൽ 7 തൊട്ട് 0 വരെ കൗണ്ട് ചെയ്യും. ഇത് നമുക്കറിയാം. ഇനി ഇതേപോലെ തന്നെ നമ്മൾ ഇനി ഒരു 4-ബിറ്റ് കൗണ്ടർ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, 4-ബിറ്റ് കൗണ്ടർ ആണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ബിറ്റ്സ് എന്ന് പറയുന്നത് 4 ആണ്. നമ്പർ ഓഫ് ബിറ്റ്സ് 4 ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്തെ നമ്പർ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് 2^4 16 വരും. അപ്പോൾ 0 തൊട്ട് 15 വരെ, അല്ലെങ്കിൽ 0000 തൊട്ട് 111 വരെ അങ്ങനെ കൗണ്ട് ചെയ്യും. അതല്ലെങ്കിൽ തിരിച്ച് 111 തൊട്ട് 0000 വരെ കൗണ്ട് ചെയ്യും. ഒരു 4-ബിറ്റ് കൗണ്ടർ. ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇനി നമ്മളിപ്പോ ഒരു കൗണ്ടറിന്റെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞില്ലേ, ഈ സെയിം സംഭവത്തെ തന്നെയാണ് നമ്മൾ മോഡ് എന്നും പറയുന്നത്. സ്റ്റേറ്റും മോഡും സെയിം ആണ്. ഇപ്പോ നമുക്ക് നോർമലി ഒരു കൗണ്ടറിന്റെ ഒരു പ്രോബ്ലം വരുന്ന ടൈമിൽ ഒന്നുകിൽ 3-ബിറ്റ് കൗണ്ടർ അല്ലെങ്കിൽ 4-ബിറ്റ് കൗണ്ടർ എന്നൊക്കെ പറയും. നമ്മൾ 3-ബിറ്റും 4-ബിറ്റും നമ്പർ ഓഫ് ബിറ്റ്സ് യൂസ് ചെയ്ത് കൗണ്ടറിന്റെ സ്റ്റേറ്റ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. മോഡ് കൗണ്ടറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ക്വസ്റ്റ്യന് തന്നെ അല്ലെങ്കിൽ ആ ഒരു കൗണ്ടറിന്റെ പേരിൽ തന്നെ അതിന് എത്ര നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ മോഡ് 6 കൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മോഡ് എന്ന് പറയുന്നത് 6 ആണ്, അല്ലെങ്കിൽ ആ ഒരു കൗണ്ടറിന്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് 6 ആണ്. ഇനിയിപ്പം മോഡ് 10 കൗണ്ടർ എന്ന് പറഞ്ഞാൽ ആ ഒരു കൗണ്ടറിന്റെ മോഡ് അല്ലെങ്കിൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് 10 ആയിരിക്കും. നമുക്ക് ആ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ എത്ര നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഉണ്ടെന്ന് കിട്ടും. ഇനി ഈ മോഡ് കൗണ്ടറിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു പർട്ടിക്കുലർ നമ്പറിൽ സ്വയം റീസെറ്റ് ചെയ്യാനുള്ള കഴിവ് ആ ഒരു കൗണ്ടറിനുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ നോർമലി പഠിക്കുന്ന ഒരു 3-ബിറ്റ് കൗണ്ടർ എടുത്താൽ ഉറപ്പായിട്ടും ആ 3-ബിറ്റ് കൗണ്ടർ 0 തൊട്ട് 7 വരെയുള്ള ഒരു നമ്പർ വരെ, ഇപ്പൊ നമ്മൾ അപ്പ് കൗണ്ടർ കൺസിഡർ ചെയ്യുന്ന വിചാരിക്കും, 0 തൊട്ട് 7 വരെ അത് എന്തായാലും കൗണ്ട് ചെയ്ത് പോകും. അതല്ലാതെ 0 തൊട്ട് 5 വരെ കൗണ്ട് ചെയ്തിട്ട് ഇനി 6ഉം 7ഉം ഇപ്പൊ കൗണ്ട് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കാൻ പറ്റില്ല. നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്യാനും പറ്റില്ല ഒരു 3-ബിറ്റ് കൗണ്ടറിന്റെ കേസ്. പക്ഷെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു കൗണ്ടർ എന്ന് പറയുന്നത് ഒരു മോഡേൺ കൗണ്ടർ ആണെങ്കിൽ നമുക്ക് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും ആ കൗണ്ടർ ഏത് നമ്പർ തൊട്ട് ഏത് നമ്പർ വരെയാണ് കൗണ്ട് ചെയ്യേണ്ടുന്നതെന്ന്. ഇതാണ് മോഡേൺ കൗണ്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മോഡേൺ കൗണ്ടേഴ്സിനെ പറ്റി പറയാനാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. സ്വയം ഒരു പർട്ടിക്കുലർ വാല്യൂവിൽ റീസെറ്റ് ചെയ്യാൻ എബിലിറ്റി ഉള്ള കൗണ്ടേഴ്സ് ആണ് മോഡേൺ കൗണ്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു മോഡേൺ കൗണ്ടർ നമുക്കിപ്പോൾ അറിയാം, നമ്മളിപ്പോൾ നോർമലി ഒരു കൗണ്ടർ പറയുകയാണെങ്കിൽ ആ കൗണ്ടറിന്റെ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് 2n എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യും. ഈ നമ്പർ ഓഫ് സ്റ്റേറ്റിനെ തന്നെയാണ് ആ ഒരു കൗണ്ടറിന്റെ
മോഡ് എന്നും പറയുന്നത്, മോഡ് നമ്പർ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ മോഡുലസ് കൗണ്ടറിന്റെ കേസിൽ നമുക്ക് ക്വസ്റ്റ്യൻ തന്നെ അതിന്റെ എത്ര നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഉണ്ടെന്ന് തന്നിട്ടുണ്ടായിരിക്കും. നമ്മൾ ആ ഒരു ഡീറ്റെയിൽസിനെ ബേസ് ചെയ്ത് എത്ര നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടെന്ന് കണ്ടുപിടിച്ച് സർക്യൂട്ട് ഡിസൈൻ ചെയ്യാണ് വേണ്ടത്. ഈ മോഡുലസ് കൗണ്ടർ എന്ന് പറയുന്നത് അസിൻക്രണസ് ടൈപ്പും ഉണ്ട്, സിൻക്രണസ് ടൈപ്പും ഉണ്ട്. ഈ മോഡുലസ് കൗണ്ടറിന്റെ ഡിസൈനിങ് എന്ന് പറയുന്നത് നമ്മൾ നോർമലി പഠിച്ചിട്ടുള്ള അസിൻക്രണസ് കൗണ്ടറിന്റെയും സിൻക്രണസ് കൗണ്ടറിന്റെയും ആ ഒരു ഡിസൈനിങ്ങിനോട് ഓൾമോസ്റ്റ് സിമിലർ ആണ്. ചെറിയ ചില വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ അസിൻക്രണസ് കൗണ്ടറും സിൻക്രണസ് കൗണ്ടറും അറിയാമെന്നുണ്ടെങ്കിൽ മോഡേൺ കൗണ്ടർ പഠിക്കാൻ ഈസി ആയിരിക്കും.